പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഐസക്കങ്ങൾ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യം ഐസക്കങ്ങൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓരോ കാര്യവും എനിക്ക് വെളിപ്പെടുത്തിയ ലിമിറ്റഡായിട്ടുള്ള ആ ഒരു റിവലേഷനാണ് ഞാൻ പാസ് ചെയ്തത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ ഓരോ കാര്യങ്ങളിലും ഇനിയും ഒത്തിരി ആഴം, അതിനകത്ത് ഒത്തിരി ഇനിയും പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ഇനിയും അധികമായി അത് വെളിപ്പെടുത്തി തരും. കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പോർഷൻസ് എടുത്ത ആ ഒരു റെവലേഷൻ അല്ല ദൈവം എനിക്കിപ്പോൾ തന്നേക്കണം. അപ്പോൾ ഈ വചനം നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ അധികമായി ദൈവം പുതിയ പുതിയ കാര്യങ്ങളും അതിൻ്റെ വളരെയധികം ആഴത്തിലുള്ള കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇനി ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റേജായ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിനകത്തെ 6-ാം വാക്യം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഹിൻഡ് പോലെ തന്നായിരുന്നു. അതിൻ്റെ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു പ്രസക്തിയുണ്ട്. അതായത് ആദ്യം നമ്മൾ ആത്മാവിനെ ബെഗ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ വളരെ ആത്മാവിനെ ശരിക്കും, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എല്ലാ ദൈവത്തിൻ്റെ എല്ലാ സിസ്റ്റവും നടക്കുന്ന ആത്മാവിൽ കൂടെയാണ്. അതുമാത്രമാണ് നമുക്ക് പുതിയത്, മറ്റുള്ള മനുഷ്യർക്ക് ഇല്ലാത്തതും നമുക്കുള്ളതും അതാണ്. അതിൽ കൂടെയാണ് ബാക്കി എല്ലാ പ്രത്യേകതയും നടക്കുന്നത്. അപ്പോൾ എന്തോരം ആത്മാവ് നമുക്ക് കൂടുതൽ ചോദിച്ചു മേടിക്കാമോ നമുക്ക് അത്രയും അനുഗ്രഹമായിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതി അതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അതിനകത്ത് വേറെ അതാണ് അതിനകത്ത് ആക്ച്വൽ ഒരു നടക്കുന്ന ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ അളവിൻ്റെ വ്യത്യാസം, അതിലാണ് എല്ലാ കാര്യവും നടക്കുന്നത്. ഈ ആത്മാവിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും വലിയ എനിക്കിപ്പോഴും എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ മോശയുടെ ആത്മാവിനെ എടുത്ത് വേറെ 70 പേർക്ക് കൊടുത്തു എന്ന് ഉണ്ടല്ലോ. ഈ 70 പേർക്ക് കൊടുക്കുന്നതിന് മുമ്പ് മോശയായിരുന്നു ആ ഇസ്രായേലിനെ മുഴുവൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്കതിനെ എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. പക്ഷെ മോശ ഹാൻഡിൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് മോശയ്ക്ക് കുറച്ച് ഹെക്റ്റിക്കായിരുന്നു, പക്ഷെ ഹാൻഡിൽ ചെയ്തായിരുന്നു. എന്നിട്ടും ഈ പുതിയ 70 പേരെ തിരഞ്ഞെടുത്തപ്പോൾ മോശയുടെ ആത്മാവിനെ എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ആത്മാവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആ ഒരു തലത്തിലല്ല. അപ്പോൾ ശരിക്കും നമുക്ക് കപ്പാസിറ്റി കൂടുതൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ആൻസർ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആത്മാവിലാണ് ദൈവം ശരിക്കും നമ്മളിൽ സംവേദിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ വരുത്തുന്ന മാറ്റം ആത്മാവിലാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ നമ്മൾ ബെഗ് ചെയ്ത് നമ്മൾ പ്രാപിക്കണം. നമ്മൾ കണ്ടു ശലോമോനിലുള്ള ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദാനിയേലിലുള്ള ആ ഒരു വിശേഷമായ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ദാവീദിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ അങ്ങനെ ഓരോ ഈ ബെസലേലിലുണ്ടായിരുന്നത്, ഇതൊക്കെ അപ്പോൾ ആത്മാവിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. പഴയ നിയമത്തിൽ പോലും അതെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ശരിക്കും നമ്മൾ പെർസീവ് ചെയ്ത് ശരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആത്മാവിനെ നമ്മൾ ബെഗ് ചെയ്ത് തന്നെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഈ ആത്മാവിൻ്റെ വരങ്ങളാണ്. നമ്മുടെ സ്വഭാവം മാറണമോ? അത് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ ബലത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ആത്മാവാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ശുശ്രൂഷകളിലുള്ള വ്യത്യാസങ്ങളോ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ദൈവം കൂടുതൽ പ്രയോജനപ്പെടണമോ, അവിടെ ഇപ്പോൾ ആത്മാവിൻ്റെ വരങ്ങളിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ആത്മാവിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ദൈവം ഏറ്റവും ആദ്യം പ്രൈമറി പറഞ്ഞത് ആത്മാവിനെ ബെഗ് ചെയ്ത് നമ്മൾ സ്വീകരിക്കുക. അതിനുശേഷം നമ്മൾ ദുഃഖിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം തോന്നേണ്ട ഭാഗത്ത് ദുഃഖം തോന്നിയിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് തന്നെ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ യഥാർത്ഥമായ എന്നാൽ മാത്രമേ ഒരു കറക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. അത് നമ്മുടെ സ്പിരിച്വൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബാക്കിയുള്ള സെക്യുലർ വേൾഡിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ അതിൻ്റെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരൊന്നും ശരിയാവാൻ പോകുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ച സെക്യുലർ വേൾഡില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിയാക്കുവാൻ താല്പര്യം അല്ലെങ്കിൽ ശരിയാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ശരിയാവാനേ പോണില്ല. അതിപ്പം സെക്യുലർ ആണെങ്കിലും അതെ, സ്പിരിച്വൽ ആണെങ്കിലും അതെ. അതുകൊണ്ടാണ് യേശു പറയണത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ദൈവത്തിൻ്റെതായ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നിയേ തീരൂ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ച കാര്യമാണ് സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സൗമ്യത എന്നുള്ളതിൻ്റെ ആ ഡെഫിനേഷനൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. സൗമ്യത എന്ന് പറയുന്നത് നമ്മൾ കേവലം അല്ലെങ്കിൽ ആ ഭൂമിയെ കൈവശമാക്കുമെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഒരു സക്സസ് കിട്ടണമെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയൊരു ടൂളാണ് അത് സൗമ്യത എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം വളരെ ഡീറ്റെയിലായിട്ട് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. ഇവിടുത്തെ എഴുത്തിൻ്റെ ആ രീതി ഒന്ന് നോക്കിയേ. നീതിക്ക് വിശന്ന് ദാഹിക്കുക. അതായത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ആത്മാവിനെ ബെഗ് ചെയ്ത് നമ്മൾ പ്രാപിക്കുക എന്ന് പറയുന്നത് പോലെ ഇവിടെ ദൈവം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. നീതി ആണെങ്കിൽ അതിനെ വിശന്ന് ദാഹിക്കാം. അപ്പോൾ ഈ വിശന്ന് ദാഹിച്ചിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ്, അത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. വിശന്ന് ദാഹിച്ച് കിട്ടുന്നത്. ഇപ്പം നമ്മളൊരു ഡെസേർട്ട് പോലോ അല്ലെങ്കിൽ നമ്മുടെ സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം കഴിക്കുന്ന സ്വീറ്റ്സ് പോലുള്ള കാര്യം അങ്ങനെ അല്ല അവിടെ എഴുതിയേക്കുന്നത്. പകരം വളരെയധികം ദാഹത്തോടെ വളരെയധികം വിശപ്പോടെ കാണേണ്ട ഒരു കാര്യമാണ് നീതി. അങ്ങനെ നീതിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ ദൈവം തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പം നീതിയുടെ കാര്യത്തിൽ നമ്മുടെ അപ്രോച്ച് അങ്ങനെയായിരിക്കണം. അതായത് നീതിയാണെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ല, നീതിയാണോ, നീതിയുടെ കാര്യമാണോ, അത് വിശന്ന് ദാഹിക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ബൈബിളിൽ അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്? അത് നമുക്ക് നോക്കാം. എന്താണ് അങ്ങനെ ദൈവം എഴുതുവാൻ കാരണം ഉള്ളത് എന്ന് നോക്കാം. നമുക്ക് ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ ഈ 6-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ്. ആകയാൽ എന്ന് തുടങ്ങിയിട്ടാണ് 2-ാമത്തെ വാക്യം തുടങ്ങിയിരിക്കുന്നത്. ദെയർഫോർ എന്ന് ഇംഗ്ലീഷിലെ ചില വെർഷൻസിലും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ സെക്കൻഡ് ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തിൻ്റെ ആ ഒരു സംഭവം ദൈവം പറയാൻ കാരണം അതിന് മുമ്പിലത്തെ 1-ാമത്തെ വാക്യമാണ് അടിസ്ഥാന വാക്യം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഭിക്ഷ കൊടുക്കുന്ന കാര്യങ്ങൾ വരുന്നത്. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടും പിന്നെ എപ്പോഴും ക്ലിയർ ചെയ്യാമെന്നുള്ളത് കൊണ്ട് ആ കാര്യം ഞാൻ അത് പിന്നെ പറയാം. പക്ഷേ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ
അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. Beware of practicing your righteousness before men to be noticed by them. Otherwise, you have no reward with your Father who is in heaven. ഇതിനകത്ത് ചില പ്രസക്തിയുണ്ട്. ഇത് ഈ നീതിയുടെ കാര്യത്തിൽ ഈ ദൈവം പല ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോവുക. അതിനകത്ത് ഇച്ചിരി കടുംപിടുത്തം പിടിച്ചിട്ടുണ്ട് ദൈവം ഈ നീതിയുടെ കാര്യത്തിൽ. ഭയങ്കര ഇച്ചിരി ഇമ്പോർട്ടൻസ് ആണ് അത്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൂ. പക്ഷെ വചനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്താണ് അത് എഴുതിയിരിക്കുന്നത്. കടുംപിടുത്തം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, കാരണം ഞാൻ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞു എന്നുള്ളൂ. നീതി ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യർ കാണുന്ന രീതിയിൽ നമുക്ക് നീതി ചെയ്യാം, അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീതി ചെയ്യാം. യഥാർത്ഥമായ ദൈവത്തിൻ്റെ, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നീതിബോധത്തിൻ്റെ പുറത്ത് നീതി ചെയ്യാം. അതിനിപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ, ഓക്കെ, എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു കാര്യം പറയാം. ബിസിനസ്സിൽ പല ക്ലയൻസുമായിട്ട് പല ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ ചില സമയത്ത് തീർത്തു കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്നെ ദൈവം പഠിപ്പിച്ച, എന്നെ മനസ്സിലാക്കിപ്പിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കൂടാണ്. അതായത് ക്ലയൻറ്റുമായിട്ട്, ഈവൻ ബിസിനസ്സിൽ പോലുള്ള അപ്രോച്ചിലുള്ള വ്യത്യാസം. നമ്മൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ ക്ലയൻസിന് എന്തെങ്കിലും കാര്യം നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ദൈവം ഇത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ഓഫർ ചെയ്താൽ ഞാനത് ദൈവത്തിന് കടക്കാരനാകുന്നു എന്നുള്ള രീതിയിലും വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ഇനി ക്ലയൻറ്റിന് എന്ത് തോന്നുമെന്ന് ഓർത്തും എനിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ക്ലയൻറ്റിനെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി എനിക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. അല്ല, ക്ലയൻറ്റ് ഞാൻ ക്ലയൻറ്റിനെ കൺസേൺ ഇല്ല, പക്ഷെ ദൈവത്തിന് എന്ത് തോന്നും, എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഞാനത് ഉറപ്പായിട്ടും ചെയ്യേണ്ടത് എന്ന് ഓർത്തിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഞാനും ദൈവവുമായിട്ട്, ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ആ ഒരു ആശയം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ എന്ത് തോന്നും എന്നോർത്ത് ചെയ്യല്ലേ എന്ന് ബൈബിൾ ഇവിടെ പറയുന്നു. അങ്ങനെ നിങ്ങൾ ഓർത്തിട്ടാ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് പോലും ഒരു പ്രയോജനമില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മനുഷ്യൻ അവരെന്ത് വിചാരിക്കും എന്നോർത്ത് ഒരു നീതി ചെയ്യുന്ന നീതി ഉണ്ടല്ലോ, നമ്മുടെ പ്രതിഫലം പോയി, നമുക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകില്ല. അതേസമയം ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ദൈവ പൈതലാണ്, എനിക്കൊരു നീതിബോധമുണ്ട്, ഞാനത് ചെയ്തേ പറ്റൂ എന്നുള്ള ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ചെയ്യലാണ് പ്രതിഫലം കിട്ടുന്ന ചെയ്യൽ. ഹല്ലേലൂയ. അതിൻ്റെ ആശയം നമ്മൾ പിന്നെയും ആഴ്ത്തി ചിന്തിക്കുമ്പോൾ അത് വളരെ ഒത്തിരി ആഴമുള്ള ഒരു കേസാണ്. എന്നെ ഒത്തിരി കേസ് പഠിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ അപ്രോച്ചസ് അതിൽ തന്നെ ഒത്തിരി വ്യത്യാസം വരുത്തിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ, പല കാര്യങ്ങളും ഒരു പ്രാക്ടിക്കലായ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളോ പല ഇഷ്യൂസൊക്കെ ചിലപ്പോൾ നമ്മുടെ ജോലി ഭാഗത്തോ അല്ലാത്ത ഭാഗത്തോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആവശ്യകതയെ അനലൈസ് ചെയ്താൽ, മിക്കവാറും എന്നെ പഠിച്ചു എൻ്റെ മിസ്റ്റേക്ക്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിന് കുഴപ്പമില്ല. അതായത് ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ, നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, അവരെ ഹാപ്പിയാക്കാൻ വേണ്ടി ഈ കാര്യം ഇങ്ങനെ നടന്നാൽ നല്ലത് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ അതിനെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രാർത്ഥിച്ച ആ കാര്യം ഒന്ന് സാധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ ഒരു ദൈവിക നീതി അല്ലെങ്കിൽ ഒരു നീതിബോധത്തിൻ്റെ പുറത്ത് അല്ല മിക്കവാറും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇഷ്ടം പോലെ പറ്റിയിട്ടുണ്ട്. ദൈവം എന്നെ മനസ്സിലാക്കിപ്പിച്ച് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ.
സാധാരണ ഒരു ലെവലിലല്ല ഞാൻ പറയുന്നത്, ഇച്ചിരി കൂടിയൊരു ലെവലിലാണ് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇൻവോൾവ് ആകുന്ന പല ഇഷ്യൂസിനെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അതിനെ ഡീറ്റെയിൽഡായിട്ട് എക്സാമിൻ ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എക്സാമിൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഈ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിബോധത്തിൽ തന്നെ ചെയ്യേണ്ട ആൾക്കാരാണ് എന്ന് ഉള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ ശ്രദ്ധയുള്ളവരെങ്കിൽ ഈ ഒരു മനുഷ്യൻ്റെ കേസ് അവിടെ വരികയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി അത് അക്കോംപ്ലിഷ് ചെയ്തിരിക്കും. ഒരു മനുഷ്യന് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇടവരുത്താതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ അത് കറക്റ്റ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടുതലാണ്, ഓഫ് കോഴ്സ് എനിക്ക് അറിയാം, പക്ഷേ ദിസ് ഈസ് വാട്ട് റിട്ടൺ ഇൻ ദ ബൈബിൾ. ഹല്ലേലൂയ. അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് വേറെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെയും പിന്നെയും അതിൻ്റെ ഡിഗ്രി പോകുന്ന പോക്ക് നോക്കിയേ. അതായത് ന്യായപ്രമാണ പ്രകാരമുള്ളൊരു നീതിയുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ ഒരു ലോ, ഒരു സിസ്റ്റം, 10 കൽപ്പനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പഴയ നിയമത്തിലെ സിസ്റ്റമുണ്ട്. ഇവിടെ യേശു വളരെ വ്യക്തമായി പറയുക, ആ പറയുന്ന സ്റ്റാൻഡേർഡിനേക്കാളും നമ്മളുടെ പുതിയ നിയമ വിശ്വാസികളുടെ, പുതിയ നിയമ ക്രിസ്ത്യാനികളുടെ നീതി എക്സീഡ് ആവണം, സൂപ്പർസീഡ് ചെയ്യണം. അപ്പോൾ അത് ആയില്ലെങ്കിൽ പ്രശ്നം സ്വർഗരാജ്യം ആയില്ല, അത് നഷ്ടപ്പെടാൻ പോകണമെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണേ. യേശുവിൻ്റെ തന്നെ ടീച്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നീതിനെ ചെറുതായിട്ട് കണ്ടുകൂടാ, അല്ലെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് സില്ലി ആയിട്ട് നമ്മൾ കാണാൻ അതായത് പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ. കാരണം വെച്ചാൽ മിസ്സായ നമ്മുടെ സ്വർഗ്ഗം അങ്ങ് പോകും. അപ്പോൾ നമുക്കപ്പോൾ ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു നീതിബോധമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഉന്നതമായൊരു ഒരു നീതിയുടെ ഒരു റിക്വയർമെൻ്റ് ആണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നപ്രകാരം ഒരിക്കലും 10 കൽപ്പനകൾ ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, സാധാരണ ഒരു മനുഷ്യനും പറ്റില്ല. അതേസമയം പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് പറ്റുകയും ചെയ്യും. അത് അത്ര പാടുള്ള കാര്യമല്ല, പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥമായ ആ നീതിയുടെ ആ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഇനി നീതിയുടെ സ്റ്റാൻഡേർഡ് തന്നെ നോക്കാം. എന്താണ് നീതിയുടെ സ്റ്റാൻഡേർഡ് ബൈബിൾ പറയുന്നത്? എന്തോരം നീതി നമ്മൾ കീപ്പ് ചെയ്യണമെന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ എന്തോരം നമുക്ക് നീതി വേണമെന്ന് എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ: പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നതു പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അത് ഇച്ചിരി ടഫാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ. അതായത് യേശുവിൻ്റെ നീതിയായിട്ട് ഇവിടെ യോഹന്നാൻ സ്കെയിൽ ചെയ്തേക്കണേ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെയോളം നീതി നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അപ്പോൾ അവനിൽ ഇച്ചിരി താഴെയുള്ളവൻ നീതിമാനാകുന്നില്ല എന്നാണ് അവിടുത്തെ ഒരു അർത്ഥം വരുന്നത്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ നീതി എന്നുള്ള കാര്യം ശരിക്കും നീതിക്ക് വിശന്ന് ദാഹിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം സാധാരണഗതിയിലുള്ള ഒരു നീതി കൺസെപ്റ്റ് ഇവിടെ ദൈവം ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല. വളരെ ഉന്നതമായൊരു നീതിബോധം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു മാർഗത്തിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു നീതിയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച വചനം എന്ന് പറയുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നു, പാപം ചെയ്യുന്ന ഒരു ആ വ്യക്തിയാണെങ്കിൽ അത് അധർമ്മമാണ്. ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആൾ നീതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വരുന്നില്ല. മാത്രമല്ല നമ്മുടെ സ്കെയിൽ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന സ്കെയിലാണെങ്കിൽ യേശുവിൻ്റെ സ്കെയിലാണ്. യേശു എന്തോരം നീതിമാനാണോ അത്രയും നീതി നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലി ഇത് നടപടിയുള്ള കാര്യമാണ്. പ്രാക്ടിക്കലി ഇത്രയും ഈ ലെവലിലുള്ള ഒരു നീതി ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക്, ഇവൻ പരിശുദ്ധാത്മാവിനാൽ തന്നെ നടത്തപ്പെടുന്ന വ്യക്തിയാണെന്നൊന്ന് കൂട്ടിക്കോ, എങ്കിൽ പോലും അത് പറ്റുമോ? പ്രാക്ടിക്കലി നമ്മൾ നോക്കണം. ഇതൊക്കെ ഒരു കഥ പോലും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് തുടങ്ങിയേക്കുന്നത്. മാത്രമല്ല 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് കേട്ട് പ്രവർത്തിക്കുന്നവനൊക്കെയാണ് അത് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനായിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യമൊക്കെ പ്രാക്ടിക്കലി നടക്കും. ഫസ്റ്റ് അത് വിശ്വസിക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യമൊന്നും കഥയൊന്നുമല്ല, ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും അത് എങ്ങനെ നടക്കുമെന്ന് നമ്മൾ ആഴത്തിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും അത് സത്യം തന്നെയാണ്, അത് നടക്കുന്ന കാര്യമാണ്. നമുക്കത് പലപ്പോഴും എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യം അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. വൺസ് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ ഇത്രേ ഉള്ളൂ. പക്ഷേ മനസ്സിലാകുന്നതിന് മുമ്പ് ഒരു മരീചികയാണ്. നമ്മളത് എത്രയൊക്കെയോ നമ്മൾ ട്രൈ ചെയ്താലും അത് കിട്ടത്തുമില്ല. ഇതൊന്നും ഈ പറഞ്ഞ മാതിരി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യബോധത്തോടെ യാചിക്കുമ്പോൾ മാത്രമേ ദൈവം ഇത് വെളിപ്പെടുത്തുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി നമ്മുടേതായ ഭൗതികമായ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മുടെ എല്ലാ ഭൗതികമായ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ തീരുന്ന കാര്യത്തിന് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ ദൈവമേ എനിക്ക് അധികം നീതി ബോധം നൽകണമേ, എനിക്ക് ഈ നീതിയെക്കുറിച്ച് അധികമായി എന്നെ മനസ്സിലാക്കണമേ, എനിക്ക് യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എനിക്കതിൽ ദുഃഖം തോന്നുവാൻ എൻ്റെ ആത്മീയ നിലവാരം ഉയർത്തണമേ. ദൈവമേ എനിക്ക് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, ആ വിവേകത്തിൻ്റെ, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ തന്നെ യേശുവിനുണ്ടായിരുന്ന ആത്മാവുണ്ടല്ലോ, ഈ യെശയ്യാവ് 11-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ആ ലിസ്റ്റിങ്, അതായത് അവൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ആലോചനയുടെ, ശക്തിയുടെ, ഭക്തിയുടെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസം, മോറൽ എക്സലൻസ്, നോളജ്, സെൽഫ് കൺട്രോൾ, പേഴ്സീവറൻസ്, ഗോഡ്ലിനെസ്, ബ്രദർലി കൈൻഡ്നെസ്, അഗപ്പെ, ഇതുവേ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ അവന് സ്വർഗരാജ്യം ധാരാളമായി പ്രാപിക്കും. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ എനിക്ക് ഈ അധികമായ ആത്മാവിനെ, ഈ പറയുന്ന 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്ന ആത്മാവിനെ എനിക്ക് തരണമേ. ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ മണ്ഡലങ്ങളിൽ ആത്മീയമായി നമ്മൾ ഉയരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെയാണല്ലോ അങ്ങനെ ആ ലെവലിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നിലവാരം, അതായത് നമ്മുടെ ഈ ഭൗതികമായ സാധനങ്ങൾ, അതും നമ്മൾ ഈ ഭൂമിയിൽ എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു കണക്ഷൻ, അതിൻ്റെ എല്ലാം തീരുന്ന ഈ സാധനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതിനപ്പുറം ചെല്ലുന്ന കാര്യങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡോ, അല്ലെങ്കിൽ ആ ഒരു നിലവാരമോ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മളത് പലപ്പോഴും പക്ഷെ അത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നാത്തത്.
പക്ഷേ വൺസ് അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയിലെ ബഹുഭൂരിപക്ഷവും നമ്മുടെ ഈ ആത്മീയമായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതിനുശേഷം വളരെ കുറച്ച ഒരു പോർഷൻ മാത്രമേ നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം വെച്ചാൽ പ്രാർത്ഥനയുടേതായ ഒരു കൺസെപ്റ്റ് തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ അന്നത്തേക്കുള്ള ആഹാരം തരണമേ, അതൊരു ഒരു ഒരു പർട്ടിക്കുലർ ഒരു തിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ ആഹാരമാണ്. ആഹാരം, അതായത് അതിൻ്റെ മുകളിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതും അതിലൊക്കെ വിട്ടിട്ട് നമ്മുടെ ഈ പറഞ്ഞ ആവശ്യങ്ങൾ മാത്രമാണ് ഈ പ്രാർത്ഥനയുടെ ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അത് പ്രാർത്ഥന പഠിക്കുമ്പോൾ നമുക്കത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറയുമ്പോൾ യേശു, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, ഇവിടെ നീതി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് യേശുവിൻ്റെ നീതിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ദൈവമേ എൻ്റെ നീതിബോധം വർദ്ധിപ്പിക്കണമേ, അത് വർദ്ധിപ്പിച്ച് തന്നേ പറ്റൂ. അത് കൂടുതലായി യഥാർത്ഥമായി അങ്ങ് ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ, അങ്ങ് വചനത്തിൽ എഴുതിയിരിക്കുന്നു നീതിക്ക് വിശന്ന് ദാഹിക്കുക. പക്ഷെ പലപ്പോഴും എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രാക്ടിക്കൽ അനുഭവത്തിൽ പലപ്പോഴും അത്രത്തോളം പല കാര്യങ്ങളെയും കോംപ്രമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളും അത്ര ഒരു തൽക്കാല അഡ്ജസ്റ്റ്മെൻറ്റിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ദൈവമേ, വചനം എഴുതിയേക്കുന്ന അങ്ങനെയല്ലല്ലോ. നീതിക്ക് വിശന്ന് ഒരു നീതിയെ വിട്ട് ഒരു ശകലം പോലും മാറാൻ വചനം ഇവിടെ നമ്മളെ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ അത് മാത്രമല്ല, ഇവിടെ എഴുതിയിരിക്കുന്ന സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിലുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ നീതിമാന്മാരായിരിക്കണമെന്നും വചനം എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ, എൻ്റെ നീതിയുടെ ആ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ദൈവം യഥാർത്ഥമായി പ്രവർത്തിക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും, നമ്മളീ പഠിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിലെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ വചനം കേട്ടപ്പോൾ ഒരു സ്കെയിൽ, ഒരു പുതിയ കാര്യം മനസ്സിലായെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ശകലം പോലും മാറ്റം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ആകണമെങ്കിൽ നമ്മളതിനെ സ്വായത്തമാക്കുന്നത് പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ മാത്രമേ അത് കിട്ടുള്ളൂ. അതായത് നമ്മൾ ലൂക്കോസിന് സുവിശേഷത്തിലായ എമ്മൗസിൽ നിന്ന് ആ ശിഷ്യന്മാർ 2 പേര് യേശുവിൻ്റെ മരണശേഷം തർക്കിച്ചും വാദിച്ചും നടന്നിട്ട് യേശു അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ കൂടെ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളു കത്തി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം മാറിയിട്ടില്ല. യേശു ആയിരുന്നു വെളിപ്പെട്ടിട്ടുമില്ല. വെളിപ്പെടണം എപ്പോഴാ? യേശുവിനെ അവർ വീട്ടിലോട്ട് വിളിച്ചു കയറ്റി അവരെ ട്രീറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് വെളിപ്പെട്ടത്. ഇതേ സെയിം തിങ് നമ്മൾ വചനം കേൾക്കുമ്പോഴുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉള്ളു കത്തും, വചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രകാശം വരും. പക്ഷേ ഇത് കേട്ടു എന്ന് പറഞ്ഞ് നമ്മളിൽ, അതായത് ഇത് പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട പണി പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവമേ, ഇതെൻ്റെ ജീവിതത്തിൽ ഇത് ആവശ്യമുണ്ട്, എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുമ്പോൾ, ഹല്ലേലൂയ, യെസ്, ഗോഡ് വിൽ ഡു ദ ചേഞ്ച്. അവൻ അവിടെ പ്രവർത്തിച്ചിരിക്കും. അവിടെയാണ് വ്യത്യാസം, അവിടെയാണ്. അതിനുശേഷം നമ്മൾ എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെ ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോഴും നമ്മൾ അത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അടുത്ത പടിയിലോട്ട് വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതേ വേദഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് കിട്ടിയ വെളിപ്പാടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അധികമായ വെളിപ്പാടാണ് ഇപ്പം തന്നേക്കണേ. ഹല്ലേലൂയ. അന്ന് ഞാൻ അതിനുവേണ്ടി എനിക്ക് കിട്ടിയ വെളിപ്പാടിനെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്കിത് വേണമെന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ സ്റ്റാൻഡേർഡ് അതേപടി ആവുള്ളൂ. അതായത് ഒരു ശകലം പോലും കൂട്ടിത്തരാൻ ദൈവം എനിക്ക് തോന്നുന്നില്ല. അതേസമയം വൺസ് നമ്മളിത് ഇപ്പോൾ കേട്ട വചനം, ദൈവമേ ഇതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എനിക്ക് ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നാണ്, ഞാനിത് പഠിപ്പിക്കുന്നതാണ്, അപ്പോൾ ഇത് എനിക്കിത് കൂടിയേ തരൂ. ഈ പറഞ്ഞ വചനം എനിക്ക് കൂടിയത്, എനിക്ക് അധികമായ ആത്മാവിനെ എനിക്ക് നൽകിയേ പറ്റൂ. ഒരു ശകലം പോലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ദുഃഖം തോന്നിയേ പറ്റൂ. എനിക്ക് സൗമ്യത കൂടിയേ തീരൂ. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കിട്ടിയേ തീരൂ.
എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലാവും എന്നുള്ള അത് വെറും ഒരു വിശ്വാസമല്ല, അത് നമുക്ക് വി ക്യാൻ ഫീൽ ഇറ്റ്, വി ക്യാൻ സീ ദ റിസൾട്ട്, വി ക്യാൻ സീ ദ ചേഞ്ചസ്. നമുക്കത് ചേഞ്ച് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അങ്ങനെ വർദ്ധിക്കുമ്പോഴായിരിക്കും ഇതേ വചനത്തിൽ നിന്ന് ദൈവം അടുത്ത വേറെ എന്തെങ്കിലും സാധനം വെളിപ്പെടുത്തുന്നത്. വൺസ് നമ്മുടെ ലെവല് അന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ്. ഞാനൊരു പ്രാക്ടിക്കൽ കേസാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ചോദിച്ച് മേടിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ ആയിത്തീരാനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുന്ന ഒരവസ്ഥ വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ കണ്ടായിരുന്നു യേശുവിൻ്റെ ആ സ്റ്റാൻഡേർഡ്. അപ്പം ഈ നീതിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ശരിക്കും അത് അങ്ങനെ ആകണമെങ്കിൽ നമുക്ക് പ്യുവറായിട്ടുള്ള, അതായത് അതിന് ശേഷം കരുണയുടെ കാര്യമാണ് എഴുതിയേക്കുന്നത്. അതിന് ശേഷമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. യഥാർത്ഥമായ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു നിലവാരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പേ നമുക്ക് നീതിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാൻ, അല്ലെങ്കിൽ നീതി വേണമെന്നുള്ള ആവശ്യബോധം നമ്മളിൽ ഉണ്ടായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു നിലവാരത്തിലോട്ട്, അടുത്ത ഒരു സ്റ്റേജിലോട്ട് നമ്മളെ ദൈവം ഉയർത്തിക്കൊണ്ടു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ യെഹെസ്കേലിൻ്റെ പുസ്തകം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. 36-25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ആ ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും വിധികളിലും നടക്കുന്നതിന് ആവശ്യമാകുന്നുള്ള മിനിമം റിക്വയർമെൻറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വചനങ്ങളാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 36-25 മുതൽ 27 വരെ വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ 25 മുതൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച യേശുവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതാകണമെങ്കിൽ, നീതിബോധമാകണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സിൽ, ദൈവത്തിൻ്റെ ആ വിധിയിൽ, ചട്ടങ്ങളിൽ തന്നെ നടക്കണ്ടേ. എങ്കിൽ മാത്രമാണല്ലോ യേശുവിൻ്റെ ആ എല്ലാ കാര്യത്തിലും നമ്മളപ്പോൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ എക്സലൻ്റ് ആയിരിക്കും ആള്. അതായത് എല്ലാ കാര്യത്തിലും പക്ക നീതി ആവുന്ന ഒരു സ്റ്റാൻഡേർഡിലാണ് നടക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അല്ലെങ്കിൽ നിർമ്മലജലം തളിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരണരായിത്തീരുന്ന ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ, ദൈവത്തോട് പറയുമ്പോൾ പാപത്തിൽ നിന്ന് മാറ്റം വരുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിലെ കല്ല് മാറണമെങ്കിൽ ദൈവം എവിടെ എഴുതിയേക്കുന്നത്, പുതിയൊരു ആത്മാവിനെ നൽകും, എന്നിട്ട് നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നീക്കി മാംസളമായ ഒരു ഹൃദയം തരും. അതും എങ്ങനെയാ? ഒരു അതായത് ഹൃദയത്തിനുള്ളിൽ കല്ലിനെ മാറ്റി തരും എന്നാണ് എഴുതിയേക്കണത്. അതിനുശേഷം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിലും വിധികളിലും നടക്കുമാറാക്കുന്ന എഴുതിയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലൈഫിന് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പുതിയ നിയമത്തിൽ പറയുന്ന കേസാണ് പഴയ നിയമത്തിൽ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ആ സാങ്ക്ടിഫൈ ആകുന്ന അവസ്ഥ, ആ പ്രോസസ്സ്, അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ആദ്യം തന്നെ തുടക്കം തന്നെ ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ തന്നെയാണ്, അല്ലെങ്കിൽ കൺഫെഷൻ തന്നെയാണ്, യഥാർത്ഥമായ മാനസാന്തരമാണ്. പക്ഷെ മാനസാന്തരം കൊണ്ട് അവിടെ നിൽക്കരുത്. കാരണം ഉള്ളിൽ ഹൃദയത്തിൽ പ്രശ്നമുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ശിഷ്യന്മാരുടെ പ്രശ്നമൊക്കെ എടുത്തു പറഞ്ഞായിരുന്നല്ലോ. ഗോസ്പലിലുള്ള ശിഷ്യന്മാരും ആക്സിലുള്ള ശിഷ്യന്മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ യഥാർത്ഥമായ ഹൃദയത്തിലെ ശുദ്ധിയാണ്, അതും
കല്ലായുള്ള ഹൃദയം മാറി, അതും ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന്, പുതിയ ആത്മാവിന് കല്ലായുള്ള ഹൃദയത്തെ മാറ്റാൻ പറ്റും. അതിനുശേഷം ദൈവം പുതിയൊരു ആത്മാവിനെ നൽകി നമ്മളെ ചട്ടങ്ങളിലും വിധികളിലും നടക്കുമാറാക്കും. അപ്പം ഈ ചട്ടങ്ങളിലും വിധികളിലും നടക്കുമാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നുള്ള കാര്യം പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കേസ് പഠിക്കാം. പക്ഷെ അതിനു മുമ്പേ ആ ഒരു സ്റ്റാൻഡേർഡ് യഥാർത്ഥമായി നമ്മൾ നീതി പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നീതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഡിസൈർ ചെയ്യാനുള്ളതാണ് നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന അവസ്ഥ. അതായത് ഒരിക്കലും ചിന്തിക്കരുത് അതൊക്കെ നീതിയൊക്കെ അങ്ങ് തന്നെ ശരി. പലപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം അതായത് നമ്മുടെ കൂടുതലുള്ള ഈ നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിലെ 25-ാം വാക്യങ്ങളോട് ക്രിസ്ത്യൻ ലൈഫിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റീനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുവാണ്. അതായത് ഇവിടെ എഴുതിയേക്കണം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അതിനുശേഷം എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. അതായത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന 26-27 പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ്റെ പ്രോസസ്സാണ്. അതേസമയം മത്തായി സുവിശേഷം 5-ാം അധ്യായം നമ്മളിപ്പം പഠിച്ചു വരുന്ന കാര്യം ദൈവം പക്കയായിട്ട്, അതായത് ആ സ്റ്റെപ്പ് തന്നെ ഓക്കെ, അത് മൊത്തം അക്കോംപ്ലിഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ക്രിസ്ത്യൻ ആയിരിക്കും. നമ്മളിപ്പം തന്നെ പഠിച്ച കേസും, അതായത് ആത്മാവിനെ ബെഗ് ചെയ്ത് സ്വീകരിക്കുന്നൊരവസ്ഥ, നമ്മൾ എന്തെങ്കിലും വേരിയേഷൻ തോന്നിയാൽ ദുഃഖം തോന്നുന്ന അവസ്ഥ, അതൊരു യഥാർത്ഥമായി സൗമ്യതയുള്ളൊരവസ്ഥ. ഇപ്പം നമ്മൾ പഠിച്ചത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന അവസ്ഥ, അതിനുശേഷം പറഞ്ഞ കരുണയുടെ അവസ്ഥ, പുതിയ ആ ഹൃദയശുദ്ധിയുടെ അവസ്ഥ, സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അത് നമ്മൾ പഠിക്കുമ്പോൾ, അടുത്ത ദിവസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചോദിച്ച് മേടിച്ച് പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ കേട്ടിട്ട് അനുസരിക്കാത്ത ആ ബുദ്ധിയില്ലാത്ത മനുഷ്യനോട്, അല്ലെങ്കിൽ മണലിന്മേൽ വീട് പണിത വ്യക്തിയോട് തുല്യമായി പോകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി ദൈവം ഇതെങ്ങനെ ആക്കി തന്നേ പറ്റൂ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഉറപ്പായിട്ടും ആക്കിത്തരും. അതുകൊണ്ട് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, ഞാൻ ഓർപ്പിക്കുന്നു, ആത്മാർത്ഥമായി കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുത്തണം. മാറ്റം വരും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ, ആവശ്യത്തോടെ പ്രാർത്ഥിച്ചാൽ, ആവശ്യബോധത്തോടെ അപേക്ഷിച്ചാൽ, വചനം എന്തെഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെ നമ്മളായിത്തീരുകയും നമ്മൾക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുകയും ചെയ്യാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു.